അജിനെ അനന്തു അജിനെ അളിയാ എത്ര നാളെ അളിയ കണ്ടിട്ട് എവിടാണിപ്പോ? ഞാനിപ്പോ മെഡിക്കൽ ഫീൽഡാടാ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നേ? എവിടെ വർക്കിംഗ് പ്ലേസ് എവിടെ? ആലപ്പുഴ. ആലപ്പുഴയില് ഡെയിലി വന്നു പോവാ? ഡെയിലി വന്നു പോവാ. നിനക്കെന്താ പരിപാടി? ഞാനിവിടെ എടപ്പള്ളിയില് EV സ്റ്റോറിൽ ടാറ്റയുടെ ആണോ അവിടെ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓ എടാ അപ്പൊ താമസവും കാര്യങ്ങളൊക്കെയോ? താമസവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ, ഫാമിലി മൊത്തം ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ ഡെയിലി എത്ര കിലോമീറ്റർ ഓട്ടം കാണും? ഡെയിലി ഒരു 100-120 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. 120 കിലോമീറ്റർ ഓട്ടം ഉണ്ടോ? നീ ഇപ്പൊ കാറിലാണോ അപ്പൊ പോയി വരുന്നത്? ആ എടാ അപ്പൊ നീ എത്ര രൂപയ്ക്ക് എണ്ണ അടിക്കുന്നുണ്ട്? ഞാൻ മാസം ഒരു 10-25,000 രൂപയ്ക്ക് എണ്ണ അടിക്കുന്നുണ്ട് മോനെ. 25,000 രൂപയ്ക്ക് എണ്ണയാ? ആ എന്നാ പിന്നെ നിനക്കൊരു ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചൂടെ? ഒന്ന് പോയേ നീ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എടാ അതൊക്കെ പറ്റാതിരിക്കാൻ എന്താ കാര്യം, ഞാൻ പറഞ്ഞുതരാം. എടാ ഇപ്പൊ ഒരു ഇലക്ട്രിക് കാർ എടുക്കുക എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല. ഒരു 8 ലക്ഷം രൂപ തൊട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തായാലും ഒരു 10,000 കിലോമീറ്റർ എല്ലാ മാസവും ഓട്ടം ഉണ്ട്. അതിന്റെ കൂടെ നീ വണ്ടിയുടെ EMI അടയ്ക്കുന്നില്ലേ? ഉണ്ട്. എത്ര രൂപ വരുന്നുണ്ട്? 14,000 രൂപ വരുന്നുണ്ട്. 14,000 രൂപ, 25,000 പിന്നെ 14,000 എല്ലാം കൂടെ 40,000 രൂപ നിനക്ക് ചെലവുണ്ട്. ഇതാകുമ്പോ 3,000 കിലോമീറ്റർ ഓടാൻ നിനക്ക് 3,000 രൂപ മതി. 1 കിലോമീറ്ററിന് 1 രൂപ. എടാ ഇലക്ട്രിക് കാറിന് ഇപ്പൊ ഫിനാൻസ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. 10 വർഷം വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. ലക്ഷത്തിന് ഒരു 1,200 രൂപയൊക്കെ ആവുന്നുള്ളൂ. അതുപോലെ നിനക്ക് ഇപ്പോൾ ഓൾറെഡി വണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് എടുക്കാനുള്ള ടീമും നമ്മുടെ ഷോറൂമിലുണ്ട്. ഈ മാസം 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് ടിയാഗോയും പഞ്ചിലും ഒക്കെ. അപ്പൊ പിന്നെ നിനക്ക് സുഖമായിട്ട് വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു വണ്ടി എടുക്കുന്നതിന് ഒരു പാടുമില്ല. അപ്പൊ എനിക്ക് എല്ലാം കൂടി എത്ര രൂപ ചെലവ് വരുവാണ് മാസം? എനിക്കിപ്പോ ഏകദേശം EMI പിന്നെ അതിന്റെ റണ്ണിങ് കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഒരു 15,000 രൂപയ്ക്കുള്ളിൽ നിൽക്കും. ഇത്രേ ഉള്ളോ? എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാടാ. എന്നാ എടാ അങ്ങനെയാണെങ്കിൽ നീ നാളെ തന്നെ ഷോറൂമിലോട്ട് വാ. ഫാമിലി ആയിട്ട് വന്ന് വണ്ടിയൊക്കെ കണ്ടിട്ടേ കളറൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ശരി എന്നാ.